അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിലാണ് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്. ഒന്നും വിലപ്പോകുന്നില്ല. 9 കൊല്ലം മാന്തിയിട്ടും കിട്ടിയില്ല. അവസാനം പറഞ്ഞ എന്താ, നിങ്ങള് ജിന്നിനോട് വിളിച്ചു തേടാം, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് സക്കറിയ സലാഹി പറഞ്ഞിരിക്കുന്നു. എവിടെ മടവൂരി കൊണ്ടുവാ, കേസറ്റ് ഉണ്ട് കാര്യം, പിന്നെ ഓനെ കാണൂല. എവിടെയോ കേസറ്റ് കൊണ്ടുവാ. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് പറഞ്ഞൊരു ക്ലിപ്പ്, ഒരു ലേഖനം കൊണ്ടുവാ. എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം. ആ സഹായം കിട്ടണമെങ്കിൽ പിശാചിനെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ വേണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കൈവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ്. അവരെ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ? ജിന്നിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല, മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല. കാരണം അതിനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങള് അവർ എന്ത് ചെയ്യും? അവരെ ആളുകൾക്ക് സഹായിക്കും. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ശരിയാണോ? ഒരു കാലത്ത് മുജാഹിദായിരുന്ന KK സക്കരിയ അക്കാലത്ത് തന്നെ ഈ വികലവാദത്തിന് മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടി കേൾക്കുക. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്താ? ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. അത് വിശ്വസിക്കണ്ടേ നമ്മള്? അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നതിലാണ് ഖൈറ്, മറവി പറ്റിയതാണ് ദോഷം എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? അപ്പൊ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് കൊണ്ടാണ് നിരവധി അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും എടുത്തു പോകാതിരിക്കാൻ കാരണം. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ മതി. നമുക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ഖൈറ് വരുത്താൻ പടച്ചോനെ സാധിക്കുള്ളൂ, മറഞ്ഞ മാർഗത്തിലൂടെ ഒരു ദോഷം വരുത്താൻ അല്ലാഹ്ക്കേ സാധിക്കുള്ളൂ. മറ്റുള്ള നമ്മുടെ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതിനോ എന്തെങ്കിലും സാധനം കണ്ടതിനോ ഒന്നും നമുക്ക് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. ആ വിശ്വാസത്തിൽ കുറവ് വന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ മൂടറുത്ത് നശിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്. ഇങ്ങനെ പ്രസംഗിച്ച സക്കരിയ സ്വലാഹി ഇപ്പോൾ എവിടെ എത്തി? ആൾ ദൈവങ്ങൾ കാണിക്കുന്ന മായാജാലങ്ങളെ പ്രവാചകന്മാരുടെ മോചിതത്തിനോട് ഉപമിക്കുന്ന വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സായിബാബയെ പോലുള്ളവർ അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുന്നതും സുലൈമാൻ നബിയുടെ മോചിതത്വം തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക്, അവിടെ കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകൾ ഉണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാലികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും. സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ആൾ ദൈവങ്ങൾ കാണിക്കുന്ന മായാജാലങ്ങൾ വെറും തട്ടിപ്പ് മാത്രമാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ആളായിരുന്നു KK സക്കരിയ. അക്കാലത്ത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കൂ. ഇങ്ങനത്തെ ചില പകിട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടില് മാജിക്കാർ വന്നിട്ട് എന്തെല്ലാം കാണിക്കണ് അല്ലെ? കൈ ഇങ്ങനെ പിടിച്ചോർത്തണ്ട് ഒരു പാത്രം ഉണ്ട്, കിളികിലിയാണ്ട് പൈസ ചാടുന്നു. ആദ്യം ഡപ്പിങ്ങനെ കാണിച്ചിരുതാ, അതിലൊന്നുമില്ല നോയിക്കോളി എന്നൊക്കെ ആളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ അല്ലേ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വായി ഇങ്ങനെ പിടിച്ച അങ്ങനെ ആക്കുമ്പോ അതിന് നാണയം ചാടുന്നു.
അല്ലെ? കടലാസ് വെറും കടലാസിന്റെ അടുത്ത് ഇങ്ങനെ നോട്ടാക്കിയാണ്. എന്നാ പിന്നെ ഇതിനടക്കണോ? നോട്ടുണ്ടാക്കിയാൽ ജീവിച്ചാ പോരെ? നമ്മൾ 5ഉം 10ഉം പിരിക്കാൻ നടക്കണോ? അപ്പൊ അത് നോട്ടല്ലാന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെയൊക്കെ കണ്ണിനയാൾ എന്തിനു കൺകെട്ട് എന്നതിന് പറയാ. നമ്മളെല്ലാരും വിശ്വസിപ്പിച്ചു എന്ത് ഇത് നോട്ടാണ്, ഇത് ചില്ലറയാണ് എന്ന് വിശ്വസിപ്പിച്ചു. അല്ലെ? കഴുത്തടുത്ത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കാണിച്ചു തരികയാണ്. ആ ശരിയാട്ടോ, ഞാൻ നമ്മൾ വിശ്വസിച്ച്. സായിബാബ മുതൽക്ക് മുതുകാട് വരെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യാഥാർത്ഥ്യം അതിനില്ല, പക്ഷെ യാഥാർത്ഥ്യം ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഈ തരത്തിലുള്ള ചില സംഗതികളൊക്കെ ചെയ്യാൻ ചില വിദ്യകൾ പഠിച്ച ആളുകൾക്ക് സാധിക്കുമെന്നല്ലാതെ ശാശ്വതമായി ഒരാൾക്ക് രോഗം വരുത്താനോ ഒരാൾക്ക് വയറ്റുനോക്ക് ഉണ്ടാക്കാനോ ഭ്രാന്ത് പിടിപ്പിക്കാനോ അവസ്മാരം ഉണ്ടാക്കാനോ ഒന്നും സിഹിർ കൊണ്ട് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യമില്ലാത്ത ചില തോന്നലുകളും ചിന്തകളും ഒക്കെ ഉണ്ടാക്കാൻ അത് സാധിക്കും. അത് വിദ്യയാണ്, പഠിച്ച ഏവർക്കും സാധിക്കുന്ന സംഗതിയാണ്. സാമർത്ഥ്യന്മാർക്ക് പലർക്കും പലതും സാധിക്കും. അതല്ലാത്ത നിലക്കുള്ള ഹൈറും ഷെറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ.